ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബേപ്പൂർ കൊളത്തറയിലാണ് വ്യാജ ID കാർഡുമായി കള്ളവോട്ട് ചെയ്യാനെത്തിയ ആൾ പിടിയിലായിരിക്കുന്നത്. നമുക്കറിയാം ബേപ്പൂർ ഏറ്റവും ശക്തമായ ഒരു മത്സരം നടക്കുന്ന ഇടമാണ്. PV അൻവർ ഒപ്പം തന്നെ PM മുഹമ്മദ് റിയാസ് തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടൽ നടക്കുന്ന ഇടത്താണ് ഇപ്പോൾ ഒരു കള്ളവോട്ട് ആരോപണം ഉണ്ടായിരിക്കുന്നത്. UDF പ്രവർത്തകനാണ് പിടിയിലായ ആൾ എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. എന്താണ് സംഭവിച്ചതെന്ന് അനീഷിനോട് ചോദിക്കാം. അനീഷ്, ശക്തമായ മത്സരം നടക്കുന്ന ഇടമാണ്. അവിടെ വിമത സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം പോലും ആ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന ഇടത്ത് കള്ളവോട്ട് ആരോപണം കൂടി ഉയരുകയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് രണ്ട് മുന്നണികളും പറയുന്നത്? തീർച്ചയായും രേണുക, കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ബേപ്പൂർ. അവിടെ ആദ്യം മുതൽ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരു മുന്നണികളും രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. ഇതിൻ്റെ ഒരു തുടർച്ചയെന്ന് തന്നെ വേണം ഈ വോട്ടിംഗ് ദിനത്തിലും നടക്കുന്ന കാര്യങ്ങളെ പറയാൻ. ഫറൂഖിൽ നേരത്തെ ഇരുപക്ഷത്തെയും ആളുകൾ തമ്മിൽ കയ്യാങ്കളിയുടെ വക്കോളം എത്തിയിരുന്നു. ചെറിയ രീതിയിൽ കയ്യാങ്കളി ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത് പുറത്തുനിന്നുള്ള ആളുകൾ പോളിംഗ് ബൂത്തിൽ എത്തി എന്ന ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും അതിൻ്റെ ഒരു തുടർച്ച എന്നവണ്ണം വേണം നമുക്ക് ഈ കൊളത്തറയിൽ വ്യാജ ID കാർഡുമായി വോട്ട് ചെയ്യാനെത്തിയ ആളെ പിടികൂടിയിരിക്കുന്നത് പറയാൻ കഴിയുന്നത്. കൊളത്തറ ആത്മവിദ്യാ സംഘം സ്കൂളിലെ ബൂത്ത് നമ്പർ 94 ക്രമ നമ്പർ 283 അബ്ദുൾ സമദ് എന്ന ആളുടെ വോട്ടാണ് ഇത്തരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. LDF പ്രവർത്തകരാണ് ഈ കള്ളവോട്ട് കണ്ടെത്തുകയും ഈ വോട്ട് ചെയ്യാൻ വന്ന ആളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ഇയാൾ UDFിൻ്റെ പ്രവർത്തകനാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ LDF മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും റിട്ടേണിംഗ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും ഇയാളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. യഥാർത്ഥ വോട്ടറും സ്ഥലത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇയാൾക്കെതിരെ കേസെടുക്കുകയും മറ്റും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള കാര്യങ്ങൾ പുരോഗമിച്ച് വരികയാണ്. മറ്റ് ചില ഇടങ്ങളിൽ നിന്നുകൂടി സമാനമായ രീതിയിലുള്ള ചില പരാതികൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. നമ്മൾ കണ്ടതാണ് പയ്യാനിക്കൽ ഭാഗത്ത് രമേശൻ എന്ന ആളുടെ വോട്ട് നേരത്തെ തന്നെ ആൾ രേഖപ്പെടുത്തി പോവുകയും 3 മണിക്കൂറോളം രമേശൻ അവിടെ കാത്തു നിൽക്കേണ്ടി വരികയും ചെയ്തു. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി എഴുതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ടെൻഡർ വോട്ട് ചെയ്യാൻ രമേശനെ അനുവദിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ പലയിടങ്ങളിൽ നിന്നായി ഇത്തരം കള്ളവോട്ടിൻ്റെ ആരോപണങ്ങളും ഒപ്പം കള്ളവോട്ട് ചെയ്യാൻ പരസ്പരം ശ്രമിക്കുന്നുവെന്ന പരാതികളുമായി മുന്നണികളും രംഗത്ത് എത്തിയിട്ടുണ്ട്. രേണുക, എന്തായാലും അവിടെ ശക്തമായ മത്സരം നടക്കുന്ന ഇടത്താണ് അത്തരം ഒരു ആരോപണം കൂടി ഉണ്ടാകുന്നത്. കള്ളവോട്ട് ചെയ്യാനെത്തി എന്ന രീതിയിലുള്ള ആരോപണമാണ് ഉയരുന്നത്. സമാനമായ നിലയിൽ പലയിടത്തും സംസ്ഥാനത്തിന് പലയിടത്തും അത്തരം ആരോപണങ്ങൾ ഉയർന്നു എന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. പലയിടങ്ങളിലും അത് വലിയ വാക്കുതർക്കത്തിലേക്കൊക്കെ പോയൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനം ഉൾപ്പെടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമാണ്. ഏറ്റവും ഒടുവിൽ വന്ന പോളിംഗ് ശതമാനം അനുസരിച്ച് സംസ്ഥാനത്ത് 60% പേർ ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തി എന്നതാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.